ഈ യാത്ര തുടങ്ങിയത് ഒരു റോഡിൽ നിന്നല്ല, ഒരു പുസ്തകത്തിൽ നിന്നാണ്. എഴുത്തുകാരൻ ബെന്യാമിൻ എഴുതിയ മൽബറി എന്നോട് നിന്റെ സോർബയെക്കുറിച്ച് പറയൂ വായിച്ച നിമിഷം. കോഴിക്കോടിനെക്കുറിച്ചുള്ള ആ വാക്കുകൾ മനസ്സിലൊരു വഴിയായി മാറി. അങ്ങനെ പത്തനംതിട്ടയിൽ നിന്ന് ഈ യാത്ര ആരംഭിച്ചു. ആദ്യത്തെ സ്റ്റേ തൃശ്ശൂർ. വിശ്വാസവും ചരിത്രവും ഒരുമിച്ച് ശ്വാസമെടുക്കുന്ന നഗരം. ഗുരുവായൂർ ക്ഷേത്രം, ലോകമെമ്പാടുമുള്ള ഭക്തർ എത്തുന്ന ശ്രീകൃഷ്ണൻ്റെ സാന്നിധ്യം നിറഞ്ഞ ഇടം. മണിനാദങ്ങളും പ്രാർത്ഥനകളും മനസ്സിനെ പതുക്കെ ശാന്തമാക്കുന്നു. അടുത്തതായി ചരിത്രം കല്ലിൽ കൊത്തിയ വടക്കുംനാഥ ക്ഷേത്രം. യുനെസ്കോ പൈതൃക മുദ്രയുള്ള ഈ ക്ഷേത്രത്തിൽ കാലം തന്നെ നിശബ്ദമായി നിൽക്കുന്ന പോലെ തോന്നും. തൃശ്ശൂരിൻ്റെ മറ്റൊരു മുഖം പുത്തൻപള്ളി. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ പാരമ്പര്യവും ശില്പസൗന്ദര്യവും ഒരുമിച്ച് നിറഞ്ഞു നിൽക്കുന്ന ഒരിടം. ഇതെല്ലാം ചേർന്നാണ് തൃശ്ശൂർ വിശ്വാസങ്ങളുടെ സംഗമമായി മാറുന്നത്. യാത്ര പിന്നെ മലപ്പുറം മഞ്ചേരിയിലേക്ക് നീളുന്നു. അവിടെയാണ് ഞങ്ങളുടെ അടുത്ത വിശ്രമം. കോട്ടക്കുന്ന്. മുകളിലേക്ക് കയറുമ്പോൾ നഗരം താഴെ ശാന്തമാകുന്നു. കാഴ്ചകൾ മനസ്സിനെ വിശാലമാക്കുന്നു. അതിനുശേഷം പച്ചപ്പിലേക്കും തണുപ്പിലേക്കും. വയനാട്. എടയ്ക്കൽ ഗുഹ. ആയിരക്കണക്കിന് വർഷങ്ങളുടെ കഥകൾ കല്ലിൽ കൊത്തിയെടുത്ത ചരിത്രം. മനുഷ്യൻ്റെ ആദ്യ ചുവടുകൾ ഇവിടെ ഇന്നും സംസാരിക്കുന്ന പോലെ. അവസാന നിശബ്ദത. പൂക്കോട് തടാകം. വെള്ളത്തിൻ്റെ മൃദുവായ ഒഴുക്കും ചുറ്റുമുള്ള പച്ചപ്പും സമയം പോലും പതുക്കെ ഒഴുകാൻ പഠിക്കുന്നയിടം. അവിടെ നിന്ന് വീണ്ടും പുസ്തകം നമ്മെ വിളിച്ച ആ നഗരത്തിലേക്ക്. കോഴിക്കോട്. മിഠായിത്തെരുവ്. രുചികളുടെ ഉത്സവം. ഓരോ കടയും ഒരു കഥ പറയുന്നു. കോഴിക്കോടിൻ്റെ ബീച്ചുകൾ. തിരമാലകളും കാറ്റും സൂര്യാസ്തമനത്തിൻ്റെ നിറങ്ങളും യാത്രയ്ക്കൊരു മനോഹരമായ അവസാനമാകുന്നു. റോഡരികിലെ ഫുഡ് സ്പോട്ടുകൾ. ഓരോ രുചിയിലും കോഴിക്കോടിൻ്റെ ആത്മാവ്. ഒരു പുസ്തകം തുടങ്ങിത്തന്ന ഈ യാത്ര പത്തനംതിട്ടയിൽ നിന്ന് തൃശ്ശൂർ, മലപ്പുറം, വയനാട് വഴിയായി കോഴിക്കോടിലെത്തി. ഇത് വെറും യാത്രയല്ല, വായനയിൽ നിന്ന് യാഥാർത്ഥ്യത്തിലേക്കുള്ള ഒരു സിനിമാറ്റിക് അനുഭവം.